ഇന്നലെ വൈകുന്നേരം CPIM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിൻ്റെ ആരാധ്യനായ മുഖ്യമന്ത്രിയുമായ സഖാവ് പിണറായി വിജയൻ മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്ന് ഉദ്ഘാടനം ചെയ്ത് കുമ്പള വെച്ചായിരുന്നു ആ സമ്മേളനം ചേർന്നത്. ഉദ്ഘാടനം ചെയ്ത് ഇവിടെ ഇന്ന് രാവിലെ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അഭൂതപൂർവമായ ഒരു ജനകീയ മുന്നേറ്റമാണ് ഇന്നലെ നടന്ന 2 യോഗങ്ങളിലും ഉണ്ടായത്. ഒന്നാമത്തെ യോഗം ഞാൻ നേരത്തെ പറഞ്ഞ കുമ്പളയിലായിരുന്നു. കുമ്പള എന്ന് പറയുന്നത് ഇടതുപക്ഷ സ്വാധീനമുള്ള ഒരു മേഖലയൊന്നുമല്ല. വലിയ ജനകീയ മുന്നേറ്റം ഇന്നലത്തെ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ജനങ്ങൾ അവിടെ കാണിച്ചു. അത് കഴിഞ്ഞ് ഒന്നാമത്തെ സ്വീകരണ പരിപാടി കാസർഗോഡ് മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്നു, നുള്ളിപ്പാടി. അവിടെയും കാസർഗോഡിനെ സംബന്ധിച്ച് വലിയ ജനക്കൂട്ടമാണ് യാഥാ സ്വീകരണത്തിന് എത്തിച്ചേർന്നത്. ഇവിടെ ഉദുമ നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഈ സമ്മേളനം ചേരുന്നത്. നമുക്കൊരു സമ്മേളനം നടത്താൻ, ഒരു വലിയ സമ്മേളനം നടത്താനുള്ള സൗകര്യം പല മണ്ഡലങ്ങളിലും ഇല്ല എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവാണ് ഇവിടെ എത്തിച്ചേർന്ന് നിങ്ങളെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പൊതുസമ്മേളന സ്ഥലം നമ്മൾ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മളുടെ വലിയ പങ്കാളിത്തത്തോടെ സ്ഥലം പരിമിതമായി. അതാണിവിടെ ഉണ്ടായത്. നമ്മുടെ എല്ലാ മേഖലയിലുമുള്ള ഈ മണ്ഡലത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്നുള്ള ആളുകൾ രാവിലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നു. നല്ല വെയിലത്താണ് നമ്മുടെ ഒരുപടി സഖാക്കൾ നിൽക്കുന്നത്. വേറെ വഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സൗകര്യം ഏർപ്പാട് ചെയ്തത്. കേരളത്തിൽ നടക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാനതല 140 യോഗങ്ങളാണ് ഞങ്ങൾ നടക്കുന്നത്. ആ യോഗത്തിൽ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്വീകരണ കേന്ദ്രമാണ് ഉദുമ നിയോജക മണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ട ഈ സ്വീകരണ കേന്ദ്രമെന്ന് ഇനി നടക്കാൻ പോകുന്ന സ്വീകരണ കേന്ദ്രങ്ങളെല്ലാം മുൻനിർത്തി ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുക. എല്ലാ കാലത്തും അങ്ങനെയാണ്. എല്ലാ ജാഥക്കും ഒരുപാട് ജാഥ ഇതിലൂടെ കടന്നുപോയപ്പോൾ അതിൻ്റെ നേതാവെന്ന നിലയിലോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടോ ഉണ്ടായ ഒരാളെന്ന നിലയിൽ ഞങ്ങൾക്കിതിനെപ്പറ്റി നല്ല ധാരണയുണ്ട്. വലിയ ഒരു ജനകീയ മുന്നേറ്റം ഈ ജാഥ അതിൻ്റെ തുടക്കത്തിലെ ദർശിക്കുന്നു എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ടേക്ക് വെക്കുന്ന 2 പ്രധാനപ്പെട്ട പ്രബലമായ മുദ്രാവാക്യം. കുറേ കാര്യങ്ങൾ ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച നേതാക്കൾ സംസാരിച്ചിട്ടുണ്ട്. ആവർത്തനത്തിലേക്കൊന്നും ഞാൻ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. 2 കേന്ദ്ര മുദ്രാവാക്യമാണ്. അതിന് ഒരുപാട് ഉപമുദ്രാവാക്യങ്ങൾ ഒപ്പം ചേരും. ഒന്നാമത്തെ കാര്യം, കേരളം കഴിഞ്ഞ 10 വർഷക്കാലം ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിരവധി ശ്രമങ്ങൾ നടത്താഞ്ഞിട്ടല്ല, ഭൂരിപക്ഷ വർഗീയവാദവും ന്യൂനപക്ഷ വർഗീയതവും കലാപം നടത്താൻ ഉതകുന്ന രീതിയിലുള്ള നിരവധി സംരംഭങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും എല്ലാറ്റിനെയും ഫലപ്രദമായി നേരിട്ട് ഒരു വർഗീയ കലാപവും നടക്കാത്ത നാടായി കേരളത്തെ 10 വർഷക്കാലം മാറ്റി. സമാധാന അന്തരീക്ഷത്തിൽ ജീവിക്കാനുള്ള സൗകര്യം അത് ഇന്ന് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിലേ ഉള്ളൂ കൃത്യമായിട്ട്, അത് കേരളമാണ്. ഈ കേരളത്തിൻ്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ വർഗീയതയ്ക്കെതിരായ മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള കാവലാളായി പ്രവർത്തിച്ച കേരളത്തിലെ ജനങ്ങളാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേരവകാശികൾ എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വ്യക്തമായ ധാരണയുണ്ട്. നിങ്ങളാണ്, ജനങ്ങളാണ്.
ഒരു വർഗീയ ധ്രുവീകരണത്തെയും ഞങ്ങൾ അനുവദിക്കുന്നില്ല. ഒരു വർഗീയ രാജ്യമാക്കി മാറ്റാനുള്ള ഒരു ശ്രമത്തെയും ഞങ്ങൾ അനുകൂലിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ്. നിങ്ങൾക്കറിയാം, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ 10 വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ ഈ ഒരു സമാധാന അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ട് ഇന്നലെ മഞ്ചേശ്വരത്ത് പ്രസംഗിക്കുമ്പോൾ സഖാവ് പിണറായി, കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി, ഒരു കാര്യം പറഞ്ഞു. ഇതിനിടെ രാജീവും ധനകാര്യ നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രിയും ചേർന്നൊരാളൊപ്പം എൻ്റെ ഓഫീസിലേക്ക് വരികയുണ്ടായി. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വന്നിട്ട് കാണണം, ഒന്ന് പരിചയപ്പെടണം എന്നാണ് ആവശ്യപ്പെട്ടത്. അങ്ങനെ വന്നു, കണ്ടു, പരിചയപ്പെട്ടു. അപ്പോൾ ചോദിച്ചു, എന്താണ് നിങ്ങൾ കേരളത്തിൽ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ ഉദ്ദേശിക്കുന്നു. മൂലധന നിക്ഷേപം നടത്തി ഒരു വ്യവസായ ശൃംഖല ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മലയാളിയല്ല കേട്ടോ, ഇന്ത്യക്കാരനുമല്ല, വിദേശീയർ. അപ്പോൾ ആദ്യം പിണറായി പറഞ്ഞത്, ഞാൻ വിചാരിച്ച ഒരു ചെറിയ വ്യവസായം എന്തെങ്കിലും ആയിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. അപ്പോൾ ചോദിച്ചു, എത്രത്തോളമാണ് നിങ്ങളുടെ വ്യവസായത്തിന് വേണ്ടി മുതൽ മുടക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, 3 ലക്ഷം കോടിയാണ്. 3 ലക്ഷം കോടി. ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്നാണ് പിണറായി പറഞ്ഞത്. എന്നിട്ട് ചോദിച്ചു, നിങ്ങളെന്താണ് കേരളത്തെ, നിങ്ങൾ ഈ മലയാളിയല്ല, ഇന്ത്യക്കാരനല്ല, ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായികളിൽ ഒരാളാണ്, അല്ലാതെ 3 ലക്ഷം മുടക്കാനാവില്ല. നിങ്ങളെന്താണ് കേരളത്തെ ഈ മുതൽ മുടക്കാനുള്ള കേന്ദ്രമായിട്ട് തീരുമാനിച്ചത് എന്ന് സഖാവ് പിണറായി ആ മനുഷ്യനോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലോകത്ത് ഏറ്റവും സമാധാനപരമായി വ്യവസായം നടത്താൻ കഴിയുന്ന കേന്ദ്രമായിട്ട് ഞങ്ങൾ കാണുന്നത് ഈ കേരളത്തെയാണ് എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ കേരളം എങ്ങനെയാണ് മാറിയത്? കേരളം എത്രത്തോളമാണ് മാറിയത്? പണ്ട് കേരളത്തിലേക്ക് ആരും വരില്ല എന്നാണല്ലോ പലരും ധരിച്ചു വെച്ചത്. ഇവിടെ ഒന്നും കാര്യമായിട്ട് നടക്കില്ല എന്നാണല്ലോ പറഞ്ഞു വെച്ചത്. ഇവിടെ നാഷണൽ ഹൈവേ നടക്കില്ല, ഇവിടെ ഗയൽ പദ്ധതി നടക്കില്ല, കൂടംകുളത്തുനിന്നുള്ള വൈദ്യുതി ലൈൻ ഇങ്ങോട്ട് വലിക്കാൻ പറ്റില്ല, കേരളത്തിൽ ഒന്നും ആവില്ല എന്ന് ധരിച്ചവർക്കൊരു കാര്യം മനസ്സിലായി, കേരളത്തിൽ എന്തും ആവും എന്നുള്ള അവസ്ഥയിലേക്ക് കേരള ജനത, കേരള ഗവൺമെൻറ് നമ്മളെത്തിച്ചിരിക്കുകയാണ്. ഇത് ചെറിയ ഒരു കാര്യമല്ല. നമുക്ക് എന്തും ചെയ്യാനാവും, എന്ത് വികസനത്തിൻ്റെയും മുൻപന്തിയിൽ നിൽക്കാൻ കേരളത്തിനാവും. ഇതാണ് കാര്യം. അതിന് പരിപക്വമായ പശ്ചാത്തലം വേണം, അതുപോലെ തന്നെ സാമൂഹിക അന്തരീക്ഷം വേണം, പ്രത്യേകിച്ച് സമാധാനം വേണം. വർഗീയതക്കെതിരായി ഉറച്ച നിലപാട് സ്വീകരിച്ചുകൊണ്ട് മതനിരപേക്ഷതയുടെ ഈ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാക്കി ഈ കേരളത്തെ നിലനിർത്താൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട്. അതിനു മുമ്പ് അതായിരുന്നില്ലല്ലോ. വർഗീയ കലാപങ്ങളുടെ വിളനിലമായി കേരളത്തെ മാറ്റിയതല്ലേ UDF കാലത്തെ ചിത്രം, നമുക്കറിയാലോ. അതിൽ നിന്ന് മാറ്റം വന്നു. മാറ്റം ഏതെങ്കിലും ഒരു സമാധാന ജീവിതത്തിൻ്റെ മാത്രമല്ല, ഓരോന്നോരോന്നായിട്ട് മാറി.